അഭിരാജ്, ഇവിടേക്ക് ആരോ വരുന്നുണ്ടെന്ന് പോലെ തോന്നുന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്താ നിങ്ങൾ ഇവിടെ കണ്ടില്ലല്ലോ? എവിടെ പോയതായിരുന്നു? പറയൂ. ഞങ്ങൾ എങ്ങനെ കാണും മഹാറാണി? രാജകുമാരി സ്നാനഗ്രഹത്തിന്റെ കവാടം അകത്തുനിന്ന് ബന്ധിച്ചിരിക്കുകയാണ്. എത്ര തവണ നാം കുമാരിക്ക് പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ടും ഇപ്രകാരം ഒരു ആപത്ത് വന്നു ചേർന്നല്ലോ. ഇല്ല, നമുക്കിപ്പോൾ പോയേ മതിയാകൂ. എത്രയും വേഗം രൂപവതിയെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരണം. രൂപവതി, രൂപവതി, ഒരുക്കമൊക്കെ കഴിഞ്ഞോ? സർവനാശം. ആപത്തിനെ കുറിച്ച് ഓർത്തതേയുള്ളൂ. അപ്പോഴേക്കും ഇവിടെ എത്തി. ഇനി നാം രൂപവതി അന്വേഷിച്ച് എവിടേക്കാണ് പോവുക? അഥവാ ജ്യേഷ്ഠത്തി ഈ കാര്യം അറിഞ്ഞാൽ പിന്നെ കുമാരനും അവന്റെ പിതാശ്രീയും ഇതറിയാൻ അധിക സമയം വേണ്ടിവരില്ല. നാം ഇനി എന്ത് ചെയ്യും? നീ ഇപ്പോൾ നമ്മുടെ പുത്രി രൂപവതിയാണ്. നീ മുഖം മറച്ചുകൊണ്ട് വേണം ഇരിക്കാൻ. അറിയാതെ പോലും നിന്റെ മുഖം കാണിക്കരുത്. ജ്യേഷ്ഠത്തിൽ നിന്നെ മനസ്സിലാക്കരുത്. ശരി, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? രൂപവതി, ഓ രൂപവതി, നമ്മുടെ പുത്രി ഇപ്പോൾ എവിടേക്കാണ് പോയത്? നമ്മുടെ രാജകുമാരി ഒന്ന് കാണട്ടെ. ജ്യേഷ്ഠത്തി ഇപ്പൊ അവളുടെ അടുത്തേക്ക് പോകരുത്. പോകാൻ പാടില്ല. അതിന്റെ കാരണം എന്താണ്? അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വന്നാലും എന്താണ് ചെയ്യുന്നത്? പോവണ്ട. ഈ സമയത്ത് അങ്ങോട്ട് പോവരുതെന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണം എന്താണെന്ന് പറ. പറയുന്നത് കേൾക്കൂ. കുറച്ചു കഴിഞ്ഞ് ജ്യേഷ്ഠത്തിയുടെ മുൻപിൽ വെച്ചല്ലേ അവളുടെ സ്വയംവരം നടക്കാൻ പോകുന്നത്. ആ സമയത്ത് ജ്യേഷ്ഠത്തി അവളെ കണ്ടാ മതി. അതുകൊണ്ടാ കാണണ്ടെന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, അവള് പൂർണ്ണമായി ഒരുങ്ങിയിട്ടേ മറ്റുള്ളവരുടെ മുൻപിലേക്ക് വരൂ. ആഹാ, കൊള്ളാം കൊള്ളാം കൊള്ളാം. നാം അവളുടെ സ്വന്തം അമ്മായിയാണ്. എന്നിട്ട് നമ്മെ കാണാൻ ലജ്ജയോ? എന്നാ നീ സ്വന്തം അല്ലല്ലോ. അപ്പൊ നിന്നെ കാണുമ്പോ ലജ്ജ തോന്നില്ലേ? നീ അങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ പറയുന്നത് കേൾക്കൂ. അത് മറ്റൊന്നുകൊണ്ടല്ല പറയുന്നത്. നമുക്ക് ഇവിടുന്ന് പോകാം. ഉദ്യാനത്തിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് രാജകീയ ഉദ്യാനത്തിൽ നിന്നും പുഷ്പങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരാം. അത് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. നമുക്ക് പോയി നോക്കാം അവിടെ പുഷ്പങ്ങൾ ഉണ്ടോ എന്ന്. വരൂ വരൂ വരൂ. എന്താ ജ്യേഷ്ഠത്തി നാം പറയുന്നത് കേൾക്കാൻ തയ്യാറാവാത്തത്? വരൂ ജ്യേഷ്ഠത്തി, നമുക്ക് പോവാം. ജ്യേഷ്ഠത്തി വരൂ, സമയം പോവുകയാണ്. വരൂ. ഇല്ല, നാം വരുന്നില്ല. നീ പൊയ്ക്കോളൂ. രാജകുമാരി, ഇന്നവിടുത്തെ സ്വയംവരമല്ലേ? എന്നിട്ടും ഈ നേരത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതെന്താണ്? ഈ മാർഗത്തിലൂടെ ആരോ കൊട്ടാരത്തിലേക്ക് വന്നിട്ടുണ്ട്. അതോ ഇപ്പോഴും ഇവിടെയുണ്ടോ? ഇല്ലല്ലോ, ആരും ഇല്ലല്ലോ.
ഇല്ലല്ലോ, ഇവിടെയെങ്ങും ആരും ഇല്ലല്ലോ. ഇവിടെ വാസ്തവത്തിൽ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് വെറുതെ അനുഭവപ്പെടുന്നതാണ്.